ചോദ്യപേപ്പർ ചോർച്ച കേസിൽ യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻ CEO ഷുഹൈബിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ക്രൈംബ്രാഞ്ചിൻ്റെതാണ് ഈ നടപടി. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, യഥാർത്ഥത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ ഇവർ ഈ നേരായതല്ലാത്ത വഴികളിൽ പണം സമ്പാദിച്ചു എന്ന് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായിട്ടാണോ ഈ നടപടി, അതോ മുൻകരുതലാണോ? നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഷുഹൈബിന്റെ 2 ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. കൊടുവള്ളിയിലെ SBIയുടെയും അതൊപ്പം തന്നെ കനറ ബാങ്കിന്റെയും അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ അന്വേഷണ സംഘം പറയുന്നത് ഈ പണമിടപാടുകൾ, ഇതിലേക്ക് വന്ന അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ, ട്രാൻസാക്ഷനുകൾ ഒക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടും ഷുഹൈബ് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അതും ഇത്തരമൊരു നടപടിയിലേക്ക് നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ MS സൊല്യൂഷൻസിലെ അധ്യാപകർ, കണക്കിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും അധ്യാപകർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരുന്നു. 3 തവണ നോട്ടീസ് നൽകിയിട്ടും ഇവർ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇവരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ ഒളിവിലാണ്, ഷുഹൈബ് ഒളിവിലാണ്. ഈ സാഹചര്യത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ, അതായത് ഇവർ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, നാളെയാണ് ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനെടുത്തപ്പോൾ കോടതി പറഞ്ഞ ഒരു കാര്യം എന്നത്, ഗൂഢാലോചന കുറ്റം ചുമത്തിയത് എങ്ങനെയാണ്, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഗൂഢാലോചന നടത്താൻ പറ്റുമോ, ഈ ഗൂഢാലോചന കുറ്റം ചുമത്തിയതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ റിപ്പോർട്ട് പ്രോസിക്യൂഷനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. അതിനനുസരിച്ചായിരിക്കും ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യത്തിലുള്ള കോടതി തീരുമാനമുണ്ടാവുക. ഓക്കെ, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.